ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിലമ്പൂർ ടൗൺ വികസനം. റോഡ് നവീകരണത്തിന് വനഭൂമി ഏറ്റെടുക്കാനുള്ള തടസ്സം നീങ്ങി. നിലമ്പൂർ ഡിഎഫ്ഒ ഓഫീസിന് മുൻവശത്തെ റോഡരികിലെ ഭൂമി വനംവകുപ്പ് വിട്ടു നൽകി. PV അൻവർ MLAയുടെ നേതൃത്വത്തിൽ 3 മീറ്റർ വീതിയിൽ ഭൂമി അളന്ന് കുറ്റിയടിച്ചു. നിലമ്പൂർ ടൗൺ വികസനത്തിനായി നിലമ്പൂർ നോർത്ത് സൌത്ത് ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസുകൾക്ക് മുൻപിലെ റോഡരികിലെ വനഭൂമി വിട്ടുകിട്ടാൻ തടസ്സം നേരിട്ടിരുന്നു. ഇതേ തുടർന്ന് PV അൻവർ MLA വനം മന്ത്രിയുമായി ബന്ധപ്പെട്ട് ഭൂമി ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുകയായിരുന്നു. നിലമ്പൂർ TBക്കും പോസ്റ്റ് ഓഫീസിനുമിടയിലുള്ള വനഭൂമിയാണ് റോഡ് വികസനത്തിനായി ഏറ്റെടുക്കുന്നത്. ഇതിനായി 3 മീറ്റർ വീതിയിൽ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി. വനഭൂമിയിൽ PV അൻവർ MLAയുടെ നേതൃത്വത്തിൽ കുറ്റിയടിച്ചു. വനഭൂമി ലഭ്യമാക്കാൻ സഹായിച്ച DFOയുടെ പ്രവർത്തനം MLA അഭിനന്ദിച്ചു. ഈ റോഡിന്റെ വീതി കൂട്ടൽ പ്രവൃത്തി എല്ലാ ഭാഗങ്ങളിലും നടക്കുക. നമ്മൾ ഏറ്റവും പ്രയാസപ്പെട്ടിരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അവരുടെ ഡീസൽ ഓഫീസ് നിൽക്കുന്ന ഈ കോമ്പൗണ്ടിന്റെ ഭാഗത്തുണ്ടായിരുന്ന വീതി കൂട്ടൽ പ്രക്രിയക്കുണ്ടായിരുന്ന ലീഗലായിട്ടുള്ള തടസ്സങ്ങളാണ്. ഒരുപാട് കാലങ്ങളായിട്ട് നമ്മളതിന് പരിശ്രമിക്കുന്നുണ്ട്. എന്തായിരുന്നാലും പുതുതായിട്ട് വന്ന നമ്മുടെ പ്രിയപ്പെട്ട DFO പരിപൂർണമായിട്ടും ജനകീയമായ ഇടപെടലുകൾ നടത്തുകയാണ്. ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാടിന് വേണ്ടിയുള്ളതാണ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് തന്നെ ജനങ്ങളുടെ പിന്തുണയോടും സഹായത്തോടും കൂടിയിട്ട് ആ ഫോറസ്ട്രി സംവിധാനങ്ങൾ നിലനിർത്തേണ്ടതാണ് എന്ന ഉദ്യമബോധമുള്ള നല്ലൊരു ഓഫീസർ നമ്മുടെ നാട്ടിലെത്തിപ്പെടുകയും വളരെ വേഗതയിൽ ഈ വിഷയം നേരിട്ട് അദ്ദേഹത്തിൻ്റെ കൺമുമ്പിലുള്ള വിഷയമാണ്, അതിൽ ഇടപെടുകയും അതിന് വളരെ മാനുഷികമായിട്ടുള്ള പരിഗണന നൽകിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പ്രതിസന്ധി തീർക്കാൻ അദ്ദേഹം തന്നെ അത് ഏറ്റെടുത്ത് ബഹുമാനപ്പെട്ട മന്ത്രി പലതവണ ഇടപെട്ടൊരു വിഷയമാണ്. എന്നിരുന്നാലും ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ്, DFOയുടെ ഒരു ഇനീഷ്യേറ്റീവ് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ സപ്പോർട്ടോടുകൂടി ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ഇന്ന് നമുക്ക് ആ സ്ഥലം അനൗദ്യോഗികമായി വിട്ടുതന്ന് നമ്മളതിൻ്റെ പ്രവൃത്തി ആരംഭിക്കുകയാണ്. നിലമ്പൂർ ടൗണിൽ വിട്ടുകിട്ടാനുള്ള സ്വകാര്യ ഭൂമികളും വേഗത്തിൽ ഏറ്റെടുത്ത് റോഡ് വികസനം ഉടൻ പൂർത്തീകരിക്കുമെന്നും MLA പറഞ്ഞു. നിലമ്പൂർ ടൗണിൽ റോഡ് വീതികൂട്ടൽ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതായി ആക്ഷേപം ഉയർന്നിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു റോഡ് നവീകരണ പ്രവൃത്തി തുടങ്ങിയത്. 3 മാസം കൊണ്ട് പൂർത്തീകരിക്കാനായിരുന്നു തീരുമാനമെങ്കിലും മുഴുവൻ ഭൂമി ഏറ്റെടുക്കാത്തതിനാലാണ് പ്രവൃത്തി നീണ്ടത്. കുറഞ്ഞത് 13 മീറ്റർ വീതിയിലാണ് റോഡ് നിർമ്മിക്കുന്നത്. ജനതപ്പടി മുതൽ ഗവൺമെന്റ് മോഡൽ UP സ്കൂൾ വരെയുള്ള 1.25 കിലോമീറ്റർ ഭാഗത്താണ് റോഡ് വികസിപ്പിക്കുന്നത്. ടൗൺ വികസനം യാഥാർത്ഥ്യമാകുന്നതോടെ നിലമ്പൂരിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാനാകുമെന്നും MLA പറഞ്ഞു. നിലമ്പൂർ നോർത്ത് DFO P. കാർത്തിക്, പൊതുമരാമത്ത് AE മുഹസിൻ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ സ്കറിയ കിനാന്തോപ്പിൽ എന്നിവരും MLAക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തുംകടവ്, നിലമ്പൂർ.